ഹലോ ഗൈസ്, ഇന്ന് നമ്മളുള്ളത് ഷുഗർ ഫാക്ടറിയിലാണ്. ഷുഗർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഫാക്ടറി ഒന്നുമല്ല, ചെറിയൊരു യൂണിറ്റാണ്. അപ്പോൾ അതിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതതിൻ്റെ ഫസ്റ്റ് പടിയാണ്. കരിമ്പ് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ ചാറ്, കരിമ്പ് നീര് അതിലോട്ടാണ് വന്ന് വീഴുന്നൊരു ട്രേയിലോട്ട്. ഇവിടെ 3-4 കരിമ്പൊക്കെ ഒന്നിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പിഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചാറ് അവിടെ വന്ന് വീഴുന്നുണ്ട്. അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഒരു ബെൽറ്റ് വഴി മുകളിലോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വേസ്റ്റ് ഇവർ കത്തിക്കാൻ വേണ്ടി, കരിമ്പ് തിളപ്പിക്കാൻ വേണ്ടി പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വീഡിയോ ആണ്. അവരിത് ഇവിടുന്ന് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരറിയാണ്ട് വീഡിയോ ഓണാക്കി പോക്കറ്റിലിട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്, ക്ലിയർ കുറവുണ്ട്. എന്താണെന്നുള്ള ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്ന അതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ. ഏത് അളവിലാണ് വേണ്ടത് ആ അളവിലുള്ള അച്ചാണ് ആയിരിക്കുന്നത്. ആ ചെമ്പിന് തിളപ്പിച്ചിട്ട് നേരെ അവിടെ ആ കമ്പി പൊന്തിച്ച് കഴിയുമ്പോൾ നേരെ ഇതിലോട്ടാണ് വന്ന് വീഴുന്നത്. ഇതിൽ നിന്നാണ് മുക്കി അച്ചിലോട്ട് ഒഴിക്കുന്നത്. ഏതാണോ അളവെന്ന് വെച്ചാൽ ആ അളവിനനുസരിച്ച്. ഇതാണ് ചെമ്പ്. ഇതിൽ 2 ടൺ കരിമ്പിൻ്റെ നീരാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. 2 ടൺ കരിമ്പാണ് ഒറ്റ ട്രിപ്പിൽ ഇവർ തിളപ്പിച്ച് എടുക്കുന്നത്. ഇതിന് എത്ര ലിറ്റർ പോട്ടത്? 3 മണിക്കൂർ നേരം ഇതേപോലെ തിളപ്പിക്കും. അതിനുശേഷം പാകമാകുന്നത്. 3 മണിക്കൂർ തിളപ്പിച്ച ശേഷം അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ കണ്ട പാത്രമില്ലേ, അതിലോട്ട് വന്ന് വീഴാണ്. ഈ പാത്രത്തിലോട്ടാണത് തിളപ്പിച്ച ശേഷം വന്ന് വീഴുന്നത്. അതിനുശേഷം അവിടെ വെച്ചിരിക്കുന്ന അച്ച് ഏതളവിലാണോ വേണ്ടത് ആ അളവിലോട്ട് അച്ചിൽ ഒഴിക്കാം. അപ്പോൾ ഇവർ എന്നോട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇവർ തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നത് വേസ്റ്റാണ്, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ്. നമ്മളെ ബാഗൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ വേസ്റ്റാണ് അധികം കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ എടുക്കരുതെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും ഞാൻ അൺലീഗലായിട്ട് കണ്ടില്ല ഇവിടെ, അല്ലാണ്ട് മായോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് ഞാൻ കണ്ടു. പ്ലാസ്റ്റിക് കത്തിച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ കരിമ്പിൻ ചണ്ടി, ഈ രണ്ടും കൂടിയാണ് ഇത് തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് വിറക് കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് ഞാൻ കണ്ടില്ല. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.